സ്നേഹനെയും ജിത്തുബായിനെയും കൂടി ഈ ഒരു കണ്ടന്റിനകത്ത് വേണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു. ഇത്രയും ദിവസം സ്നേഹയ്ക്ക് വർക്കും കാര്യങ്ങളും ജിത്തുബായിക്ക് വർക്കും കാര്യങ്ങളും പിന്നെ ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3 പേരും ഇപ്പോഴാണ് അല്ലേ ഫ്രീ ആയത്. ഇതിനിടയിൽ നമ്മൾ കണ്ടന്റ് ചെയ്തിരുന്നു, ബട്ട് അതൊക്കെ ഒരു ട്രാവലിങ്ങിന്റെ ടൈമിലോ അല്ലെങ്കിൽ ഹറിബറി സമയത്തൊക്കെ ആ ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ നോക്കിണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് വർക്കുള്ളതുകൊണ്ടാണ് പെട്ടുപോയതാണ് അവസ്ഥകളാണത്. അപ്പോ ഈ കണ്ടന്റ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവർക്കും കൂടി ഉള്ള ഒരു ഉത്തരവാണ്, സ്നേഹിക്കും ജിത്തുബായിക്കും. ആൻഡ് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കമന്റ് ബോക്സിലെ റിപ്പീറ്റഡ് സ്പാം കമന്റ്സിന്റെ ഒരു സാധനം ഞാൻ പറയാം. ഞാൻ ഇത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എവിടുന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കൃത്യമായ വ്യക്തത എനിക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര കാലം ഒരുപാട് പേരെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകൾ വളരെ വ്യക്തമായിട്ട് ക്രെഡിബിലിറ്റി കളയുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ഒരാളുടെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ മീം മെറ്റീരിയൽ ആക്കുക. അപ്പോൾ ഇത് എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പം എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലുള്ള ഒരു പരിപാടിയാണ്. ഒരാളെ മീം മെറ്റീരിയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര കോമഡി എലമെന്റ് ആയി. ഞാൻ ഇത് ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ, ബിക്കോസ് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ എൻജോയ്മെന്റ് കാര്യങ്ങളാണ്. കാരണം കുറെ കാലമായിട്ട് ലൈഫിൽ അതൊന്നും ഇല്ലാതായപ്പോൾ അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. സോ ഐ വിൽ എൻജോയ് ഇറ്റ്, ദാറ്റ്സ് ഫൈൻ. സോ അതിന്റെ ഭാഗമായിട്ടൊരു ക്രെഡിബിലിറ്റി താത്തി കാണിക്കാനും പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു മീം മെറ്റീരിയലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അതായത് ഈ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇപ്പൊ കണ്ട കോമഡി ആയിട്ട് തോന്നും, ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരി വരും. എനിക്കറിയാൻ പാടില്ല, സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് അതങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അത് നിങ്ങൾക്ക് എത്ര മനസ്സിലായിട്ടും മനസ്സിലാവാത്ത മാതിരിയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഷോ കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും നിങ്ങൾക്ക് സാധനങ്ങളാണെങ്കിൽ അല്ല എന്താ പറയുക, ചില ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഇരുന്നിട്ട് ഇപ്പൊ ഒരാളുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതായത് വാണ്ടഡ്ലി ഒരു കമന്റ് മുകളിൽ വരികയാണ്, എന്ത് ഇത് ഇയാള് സംസാരം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ, ഇയാൾ വെറും കോമഡി ചിരിക്കാനായിട്ട് വരുന്നവർ അതായത് ഞാൻ പറഞ്ഞത് ചിരിപ്പിക്കല്ലേ. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ലിങ്ക് എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, അടിക്കാനുള്ള കമന്റുകൾ ഒരു 5-10 കൊടുക്കുന്നു, നിങ്ങളുടെ ഇഷ്ടത്തിന് അടിച്ചു കോപ്പി പേസ്റ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അടിച്ചോ എന്ന് പറയുന്നു, പോകുന്നു. ഒരു വ്യക്തിക്ക് തന്നെ 2-3 Gmail അക്കൗണ്ട് വെച്ചിട്ട് അവിടെ തന്നെ അടിച്ചടിച്ച് ഇതൊരു പാറ്റേൺ പരിപാടിയാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് എത്ര കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. അല്ല, ഇത് വേറെ കാര്യമുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. ജെന്യുവിൻ ആയിട്ട് ഞാൻ ആ ഷോയില് പോയ സമയത്ത് അവരെന്റെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ട് ഏജന്റ് പോയി ബോംബിട്ട് തകർത്ത് പണ്ടാറടക്കി പോകുന്നു എന്ന് വിചാരിച്ചവർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അവർ വിചാരിച്ച രീതിയിലല്ല ഞാൻ അവിടെ പോയിട്ട് കളിച്ചതും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്തതും വേറൊരു കാര്യമായിരുന്നു. അപ്പൊ ചിലപ്പോ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ട് അവർക്ക് ദേഷ്യം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ട് പോവാം. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഇനി ലൈക്ക് എന്താ പറയാ, സോറി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല, വളരെ ജെന്യുവൻ ആയിട്ടാണ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെനിക്ക് റീസൺ ഉണ്ട്, വ്യക്തമായ റീസൺ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരോടും ഞാൻ ആ റീസൺ പറഞ്ഞിട്ടല്ല ഇവിടുന്ന് പോയത്. കാരണം ആ റീസൺ എനിക്ക് ഇവരോട് അപ്പം പോകുമ്പോൾ പറയാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറയാതെ പോയത്. അപ്പോൾ അങ്ങനെ ഡിസപ്പോയിൻമെന്റ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജെനുവിൻലി ഞാൻ ആ കാര്യത്തിൽ നിങ്ങളോട് സോറി പറയാം, നിങ്ങളെ ഡിസപ്പോയിന്റ്മെന്റ് ആക്കിയതില്ല. അല്ല, അവര് ഡിസപ്പോയിന്റഡ് ആവുകടി, നമ്മളെ വ്യൂവേഴ്സ് അല്ലേ, അല്ല നമ്മളെ വ്യൂവേഴ്സ് ആണ്. അപ്പൊ അവര് അങ്ങനെ ഒരു സംഗതി എന്നോട് പലരും വന്ന് പറഞ്ഞു, ബ്രോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അത് പോയപ്പോഴാണ് എനിക്ക് സോറി പറയാനുണ്ട്. കാരണം എന്താണെന്നറിയോ, അവരെല്ലാരും കൂടി നമ്മളെ സീക്രട്ട് ഏജന്റ് ആക്കി തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഭാഗ്യത്തിൽ. അല്ല, അതൊരു വെരി പ്രൈം റീസൺ. ഞാനത് എപ്പോഴും പറയും, സീക്രട്ട് പിന്നെ അത് ഇതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പേര് തന്നെയാണ് എനിക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു ചവിട്ട് പടി എന്ന്, അതായത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പേരിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ പേര് വെച്ചിട്ട് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഞാൻ സമ്മതിച്ചു, ഞാൻ അവിടെ വന്ന് ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസിലേക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ നമുക്ക് സോഷ്യൽ മീഡിയയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റും, മനസ്സിലായ? പക്ഷെ ഇതിന്റെ ഇന്റർവ്യൂ പ്രൊസീഡിങ്സ് കാര്യങ്ങളിലൊക്കെ പോയിരിക്കുന്നത് സീക്രട്ട് ഏജന്റ് അല്ല, സായി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഇപ്പോൾ സ്നേഹയ്ക്കും ചിത്തുവായിക്കും ഇതൊക്കെ എത്രത്തോളം അറിയുന്നു ഇല്ല, നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ആൾക്കാരും നിങ്ങളും കൂടി കേട്ടു. ഫസ്റ്റ് ഇയർ ഇതിൻ്റെ ഓഡീഷന് ഞാൻ അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഞാൻ അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഞാൻ അങ്ങോട്ടാണ് കുറച്ച് ആളുകൾ ത്രൂ അപ്ലൈ ചെയ്തത്. അതിലൊരാളായിരുന്നു റോബിൻ. അത് നിങ്ങൾക്കും അറിയാം. റോബിൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്ന റെഫറൻസ് തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തത് ഞാനിവിടെ സൈഡിൽ വെക്കട്ടെ, ഒരു ക്ലിപ്പ് ഉണ്ട്, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു റെഫറൻസ് തന്നത് റോബിനാണ് ഡെഫിനറ്റ്ലി. ആൻഡ് പിന്നെ ഉള്ളതൊക്കെ ഞാനായിട്ട് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്ത് വന്ന് അങ്ങനെ ഞാനായിട്ട് എൻ്റെ പ്രൊഫൈൽ ആദ്യം പുഷ് ചെയ്തു. അതിനുശേഷം ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന്റെ സ്കൗട്ടുകൾ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ നാളെ ഇങ്ങനെ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നവർക്ക് നിങ്ങൾക്കും ചാൻസ് വരും. ബിക്കോസ് അവരെന്നെ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകൾ അവർ തന്നെ വന്നിട്ട് അപ്രോച്ച് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അപ്രോച്ച് ചെയ്ത സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇതേമാതിരി പ്രൊഫൈൽ പുഷ് ചെയ്ത ഒരാളാണ്, സോ ഡെഫിനറ്റ്ലി എന്റെ പ്രൊഫൈൽ അവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് കാര്യമുണ്ട്, ഒന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ചാനൽ സൈഡിൽ നിന്ന് നമ്മളെ അവർ സ്കൗട്ട്സ് വന്നിട്ട് എടുക്കുന്ന രീതിയിൽ വന്ന മെസ്സേജുമാണ്. ഈ രണ്ട് ഇപ്പൊ ആദ്യം ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ അപ്രോച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ ഓൾറെഡി കൊടുത്തതാണ്, ഇന്ന വ്യക്തികളുടെ അടുത്താണ് ഞാൻ പ്രൊഫൈൽ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു, അവരത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സീസൺ 5 നടന്ന സമയത്ത് നമ്മുടെ അഖിൽ മാരാർ ഉണ്ടായിരുന്ന സീസണിൽ ഓഡീഷൻസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ അത് വേറെ അങ്ങനെ കുറെ ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ട് പിന്നെ ആ ഓഡീഷനിൽ അതങ്ങനെ പോയി. പിന്നെ അതിനുശേഷം വൈൽഡ് കാർഡ് എൻട്രിയുടെ ഭാഗമായിട്ടും എന്നെ വിളിച്ച സമയത്തും അതും വർക്കൗട്ട് ആയില്ല, അതങ്ങനെ ആ സൈഡിലായി. ആ ഒരു സീസണിൽ അങ്ങനെ പോയി. ആ സീസണിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നിട്ട്, അനക്കെന്നെ വ്യക്തമായി തോന്നുന്നില്ലേ ഈ ഇരിക്കുന്ന സായികൃഷ്ണൻ ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ആസ് എ പേഴ്സണാലിറ്റി ഞാൻ സീക്രട്ട് ഏജന്റ് ആയി മാറിയ ഒരു അവസ്ഥയല്ലേ റിയൽ ലൈഫിൽ, അല്ലെ? ഭയങ്കരമായിട്ട് ആ ഒരു അവസ്ഥയായിരുന്നു. അതായത് എനിക്കൊരു തരത്തിലുള്ള എൻജോയ്മെന്റ് ഇല്ല, അഹങ്കാരം, ദേഷ്യം. അത് അന്ന് നമ്മള് പറഞ്ഞല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു കുറ്റം ഞാൻ ക്രിറ്റിസൈസ് ഞാൻ അഹങ്കാരത്തുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. പക്ഷെ എന്തോ സോഷ്യൽ മീഡിയയുടെ ഹൈപ്പ് കാരണമൊക്കെ ആ സാധനം തലയിൽ പിടിക്കലും അങ്ങനെ നടക്കലും എല്ലാം കൊണ്ടും ഇല്ലാത്തവരൊന്നും പറയാൻ പറ്റില്ല, ഈ ലോകത്തിലെ എല്ലാവർക്കും ആ സംഭവം. ഓക്കെ, ഞാനത് റിയലൈസ് ചെയ്യാതെ പോയി. ഞാൻ കുറെ എല്ലാവരോടും ഇപ്പൊ ഞാൻ ബിഗ് ബോസ് പോണതിന് മുന്നുള്ള പോലെയാണ് അപ്പൊ നിങ്ങളോട് അല്ലല്ലോ, കുറെ മാറ്റങ്ങൾ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, കുറെ മാറ്റങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ മാറ്റങ്ങൾ നമ്മൾ ഇതാ ഇങ്ങനെ മാറ്റം അതിങ്ങനെ എപ്പോഴും പറയില്ലല്ലോ മാത്രം. അപ്പോ ഞാന് ഈ പറഞ്ഞ ഫസ്റ്റ് ബിഗ് ബോസിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ സീക്രട്ട് ഏജന്റ് അഹങ്കാരത്തിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഞാൻ സെക്കൻഡ് ഇപ്രാവശ്യം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് എലമെന്റിലേക്ക് ഞാൻ വന്നില്ല. അതായത് ആ സാധനമൊക്കെ പോയി. അതായത് ഞാൻ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ലോ ഡൗൺ പ്രോസസ്സിലായിരുന്നു. ഇപ്പോൾ വീഡിയോസിലാണെങ്കിലും അന്നൊക്കെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു സായി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നു, സായി ഇങ്ങനെ കുറച്ച് സ്ലോ ഡൗൺ ആയി. അത് ആക്ച്വലി ഞാൻ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങി. ഈ സാധനം സോഷ്യൽ മീഡിയ കാണുന്ന ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനം റിയൽ ലൈഫിലേക്ക് കയറുമ്പോൾ വരുന്ന പ്രശ്നങ്ങളും വന്ന മാറ്റങ്ങളും അതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളൊന്നുകൂടി കറക്റ്റ് ചെയ്ത് കാര്യങ്ങളൊന്നുകൂടി സോർട്ട് ചെയ്ത് ഇതൊരു ജോബ് തന്നെയാണ്. ഓക്കെ, ജോബ് ഈസ് ജോബ്. ആ ജോബിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് എന്ത് ചെയ്യരുത്, കൊണ്ടുവരരുത് എന്നുള്ളത് അത് അങ്ങനെ മാറ്റി സോർട്ട് ചെയ്ത് കൊണ്ടിരുന്ന പ്രോസസ്സിലാണ് എനിക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ഈ ഒരു സാധനത്തിലേക്ക് പോയിരുന്നിട്ട് രണ്ടാമത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇന്റർവ്യൂവിൽ തന്നെ അവരെന്നോട് ചോദിച്ചത്, ഡേയ് കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലല്ലോ. എന്നോട് എടുത്ത് ചോദിച്ചതാ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലല്ലോ, നിനക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചല്ലോ, ആ അഹങ്കാരം ചാടിയൊന്നും ഇല്ല. കാരണം ഞാൻ ഒന്നുകൂടി ഓപ്പൺ അപ്പ് ആയി. കഴിഞ്ഞ ആദ്യത്തെ സീസൺ 5 ഞാൻ പോയ സമയത്ത് എങ്ങനെയായിരുന്നു, എനിക്ക് ചാടയാണ്, അഹങ്കാരമാണ്, എന്തായാലും ഇവരും എടുക്കും, സീക്രട്ട് ഏജന്റ് ആണല്ലോ, അവിടെ പോയി പൊളിക്കൂലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഞാനപ്പോ എന്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഷോന്റെ ഭാഗമായിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ അവരെത്രയോ ഷോകളിൽ എത്രയോ പേരെ ഇന്റർവ്യൂ ചെയ്ത് എത്രയോ പേരെ കണ്ട ആളുകളാണ്. നമുക്ക് ഫേക്ക് ആയിട്ട് അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർവ്യൂവിൽ ഒരു ഫേക്ക് ഫേസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എന്താണോ റിയൽ എന്നുള്ളത് അവര് നമ്മൾ എന്ത് ചെയ്യും, കുത്തിച്ചോർത്ത്. മാത്രമല്ല നമ്മളെ ആക്ടിങ് സ്കില്ല് കാണിക്കാനുള്ള ഒരു പ്രോഗ്രാം. അതെ, അപ്പൊ പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ സമയത്ത് ഞാൻ എന്തായിരുന്നു പക്ക ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇതാന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവരെന്നെ എടുക്കാതിരുന്നത്. ഇപ്പൊ ഈ സീസണിൽ ഞാൻ കയറുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂല് അവർ ഓക്കെ ആയിരുന്നു. ഓക്കെ, ആൻഡ് എഗെയിൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തേതല്ല, വൈൽഡ് കാർഡിന് വീണ്ടും അവർ വിളിച്ച സമയത്തും ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി പിച്ച് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഞാനിത് സ്നേഹനോടോ ജിത്തുബായിനോടോ വേറെ ആരോടും ഞാൻ പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട്, 2-3 ആളുകളുണ്ട്. ആ ആളുകളെ ഞാൻ ഇപ്പൊ വന്നതിന് ശേഷം സ്നേഹയ്ക്ക് പറഞ്ഞു കൊടുത്തു, അവര് സ്നേഹനോടും പറഞ്ഞു കൊടുത്തു ഇവന്റെ ആവശ്യം ഇതാണെന്നുള്ളത് ഇവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പോവുക, ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, അതായത് എൻ്റെ ഇമോഷണൽ സൈഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക. എനിക്ക് കപ്പിനേക്കാൾ കൂടുതൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഒരു 100 ദിവസം അല്ല, എനിക്ക് അതിൽ കിട്ടുന്ന ലേണിംഗ് കർവ് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് ഓക്കെ ഞാൻ എന്ന് മരിക്കണം ആ മരണം വരെ കൊണ്ടുപോകുക എന്നുള്ളൊരു അതായിരുന്നു എൻ്റെ അച്ചീവ്മെൻ്റ്. അതിനകത്തുനിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെട്ടി വെച്ചപ്പോൾ ഞാൻ എന്തായാലും നൈസായിട്ട് ഞാൻ ആ സാധനം എടുത്ത് അറിയുമ്പോൾ ഞാൻ അവിടെ ആ സ്പീച്ച് അവിടെ പെട്ടിയെടുത്ത സമയത്ത് നിങ്ങൾ കണ്ട ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ട് തന്നെയൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ ഇനി പലർക്കും ഡൗട്ട് കാണും, ഇവൻ വീണ്ടും ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ് പോയിട്ട് എന്നോട് കണ്ടിന്യൂസ് എല്ലാവരും മെസ്സേജ് അയക്കുന്നതാണ്. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ് ഈ പോയിട്ട് അവിടെ പോയി എൻ്റെ പ്ലാന് പൊട്ടിയത് കൊണ്ടല്ലേ ഈ മറ്റേ നല്ല മനുഷ്യൻ സായി കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞത്? ഡെഫിനറ്റ്ലി അല്ല. നിങ്ങൾ എൻ്റെ ഇൻട്രോ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ചെയ്തപ്പോ വീഡിയോ ചെയ്തപ്പോ ശ്രദ്ധിച്ചിരുന്നോ? ഇനി കണ്ടോളിട്ടോ, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. സ്വാഗതം. താങ്ക് യു. ഭയങ്കര സ്റ്റൈലായിട്ടാണല്ലോ ഒരു മേക്ക് ഓവർ. എന്താണ് ഷോയുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കുറേ മാറ്റങ്ങൾ ആവശ്യമാണ്. അതാണ് ഒരുപാട് ഞാൻ മാറി വന്നത്. അതെ, ഒരുപാട് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് സാധിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു അല്ലേ, അതിനുള്ള പ്രതീക്ഷ വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ. ഏതായാലും ഷായുടെ വീട്ടിൽ നമുക്ക് കാണാം മാറ്റങ്ങൾ. അതായത് ഏത് എടോ മനുഷ്യൻ പിന്നെ മൈക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അണ്ണാക്ക് കുത്തി കഴിഞ്ഞാൽ മൈക്ക് ഇന്നോട് കേറുമ്പോ തന്നെ എന്താ പറഞ്ഞറിയോ, സായി മൈക്ക് ഇങ്ങനെ പിടിക്കും, മൈക്ക് ഇവിടെ വെക്കണം, ഇത് പറഞ്ഞു പഠിപ്പിച്ചേക്കും. നിങ്ങളിപ്പോ അതാണ് ഇപ്പൊ കണ്ടത്, അതിൽ പറഞ്ഞൊന്നും നോക്കി ഇങ്ങനെ ഇപ്പൊ ഇയാളെ പോലുള്ള പ്രശ്നം എന്താ അറിയോ, ഇതാണ് വേറെ പ്രശ്നം. അതായത് ഞാൻ തന്നെ അതിൽ പറയുന്നുണ്ട്, അതായത് ഞാൻ മേക്ക് ഓവർ പറഞ്ഞിട്ട് താടി എടുക്കണം എന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അതായത് ഞാൻ സത്യം പറഞ്ഞ ഈ താടി എടുക്കേണ്ട പ്രൊസീജിയർ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് അറിയോ, ആ താടി പോകുമ്പോ തന്നെ എന്റെ പകുതി എന്ത് പോയി, ഒരു അഹങ്കാരത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട് മനുഷ്യന്. അതെ, കമന്റ്സ് ഇങ്ങനെ ഒരു കാര്യം എന്താ പറഞ്ഞറിയോ, താടിയും പോയപ്പോഴും കളർ വെച്ചപ്പോഴും സീക്രട്ട് ഏജന്റ് മാറി എന്നുള്ള രീതിയാണ്. അല്ല, ഞാൻ സത്യം നിന്റെ മൈൻഡിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാനും ജിത്തുബായും കുറെ ഇപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ തന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ എന്നെ അറിയുന്ന ഒരാളാണ് ജിത്തുബായി. ഞാൻ അന്ന് എത്രയൊക്കെ കളറും താടിയും എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരിടയ്ക്ക് ഞാനതൊക്കെ വിട്ടിയത് കാട മധുരമായിരുന്നു അല്ലേ. ഞാൻ ബാർബർ ഷോപ്പ് പോകുന്നത് തന്നെ എപ്പോഴാ, നിങ്ങൾ തന്നെ വീഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് കേറി പോടേ ബാർബർ ഷോപ്പിൽ, കാരണം താടിയൊക്കെ എത്ര എന്താ പറയാ, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് എന്താ പറയാ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇവണ്ടല്ലോ ചളിയൊക്കെ പിടിച്ച വല്ല ട്രാക്ക് സൂട്ടൊക്കെ ഞാൻ പറയാം ഒരു കൊറേ മുന്നേ. അതായത് ഞാൻ അങ്ങനെ അത്ര കൂളായിട്ട് കാണുന്ന ഒരാളാണ്, അതായത് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്കിത് തിരിച്ചതിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം വന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ താടി മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള ഒരു പോലെയൊക്കെ തോന്നി. അങ്ങനെ അമ്മ ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് ആ താടീന്റെ എലമെന്റ് എന്ത് ചെയ്തു ഒന്നാണ്ട് മാറ്റി നോക്കി. പിന്നെ മുടിയൊക്കെ ഒന്ന് പഴയ പോലെ കളർ ചെയ്ത് ഭയങ്കര രസമായിട്ട് ഒരു മേക്ക് ഓവർ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രഷ് ആവുള്ളൂ. ലാലേട്ടനും ചോദിക്കുന്നത് മാറ്റങ്ങൾ, അത് ലാലേട്ടൻ ചോദിക്കുന്നത് അതാ, നിനക്ക് ഇവരൊക്കെ ലാലേട്ടനൊക്കെ അറിയാം. അത് ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു വ്യക്തി വരുമ്പോ അയാളുടെ ആവശ്യം എന്താന്നുള്ളത് ലാലേട്ടനൊക്കെ അറിയുന്ന കേസാ. അപ്പൊ കൃത്യമായിട്ട് അതാ ചോദിക്കുന്നത്, നിനക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണം, മാറ്റങ്ങൾ ഞാൻ മാറും, എനിക്ക് മാറ്റങ്ങൾ വേണം, മനസ്സിലായോ? ഇനി ഇതിനുള്ള ഏറ്റവും വലിയൊരു വേറെ സംഗതി ഞാൻ കാണിച്ചത്, ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് പോകുന്നത് സീക്രട്ട് ഏജന്റ് അല്ല, സായി കൃഷ്ണനാണ്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സായി കൃഷ്ണനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ റിവീൽ ആവും. ബിഗ് ബോസ് സീസൺ 6ന്റെ വൈൽഡ് കാർഡ് സീക്രട്ട് ഏജന്റ് അല്ല, സായി കൃഷ്ണൻ എന്നുള്ളത് ഇവിടെ റിവീൽ ആവും എന്ന് പറഞ്ഞ് എനിക്ക് കയറുമ്പോ എങ്ങനെ കയറാം, പുറത്ത് PR സെറ്റ് ചെയ്ത് നല്ല കാശ് ഇളക്കി കൊടുത്തു പോയവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനും ഡബിൾ PR സെറ്റ് ചെയ്ത് ആളുകളെ സെറ്റ് ചെയ്ത് എനിക്ക് ഈ സേനി ജിത്തുബായിനും കാറ് പിടിച്ചെടുത്തേണ്ട ആവശ്യമില്ല. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്റെ ഫ്രണ്ട്സിനെ തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒന്ന് പറയുന്നത് കേൾക്കുങ്ങള്. ഇത് ചുമ്മാ എനിക്ക് ഇവരെ പിടിച്ചിരുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ആളുകളെ ഇട്ടിട്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് നല്ല രീതിയിൽ ഒരു 10-30 ലക്ഷം രൂപ PR കൊടുത്ത് പൈസയും സെറ്റാക്കി ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ 10 ഡയലോഗ് അടിക്കുന്നും പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ചെല്ലുന്നു, ജാസ്മിനെ വലിച്ചു കീറുന്നു, കയ്യടി കിട്ടുന്നു. ഇത് ഈ പാറ്റേൺ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ ഇന്റെ ആവശ്യം എന്താ? എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് എനിക്ക് അസറ്റ് വരേണ്ടത്. എനിക്ക് എന്നിലാണ് മാറ്റങ്ങൾ വരേണ്ടത്. ഈ ഷോ കാരണം ഞാൻ എന്ന് പറഞ്ഞ ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ എന്താ പറയുക, അടി കൂടാനും തല്ലുകൂടാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞത്, ഇപ്പൊ ഞാനാണെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ ബിഗ് ബോസ് കാണുന്നത് അടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പക്ഷെ എന്റെ മൈൻഡിൽ എന്താ അറിയോ, എനിക്ക് ഒരു സ്റ്റേജിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തപ്പോ എനിക്ക് തോന്നി നാദിരന്റെ ഒരു ഫാമിലി ഇമോഷൻസ് കിട്ടി. ഇതൊക്കെ ഞാൻ അന്ന് എന്റെ മൈൻഡിൽ വെച്ച് എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇമോഷണലി ഭയങ്കര ഒരു ബ്രോക്കൺ ആയി നിൽക്കുന്ന ഒരാള്, ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ പാച്ചപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. അപ്പൊ എനിക്കിതൊക്കെ ചെയ്യണം പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെടണം. ഇത് ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാനിത് എവിടെയും ഞാൻ ഒരു വട്ടം ജാസ്മിനോട് ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്, എടി ഞാൻ ഓഡീഷൻ കൊടുത്ത സമയത്ത് ഇവിടുത്തെ ഓഡീഷൻ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. ഇത് ഞാനായിട്ട് പുതിയതായിട്ട് ഇവിടെ വന്നിട്ട് ഇന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്തോണ്ട് ചെയ്യുന്ന പരിപാടികളൊന്നും അല്ല. ഇത് ചെയ്യാൻ പറ്റില്ല അല്ല, അത് ഞാനൊരു മാസാക്കാൻ പറയുന്നതല്ല. ഞാൻ എന്നെ തന്നെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രൊസീജിയർ. കാരണം അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാറിൽ വന്നിരുന്ന് ഞാൻ എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജോബായിട്ട് തന്നെയാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ കാണുന്നതും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഫണ്ണായിട്ടുള്ള കാര്യങ്ങളിൽ ഫണ്ണായി പണ്ട് ഫണ്ണുണ്ടായിരുന്നില്ല, വെറും എന്തായിരുന്നു ഇങ്ങനെ ഇരുന്നു. ഇപ്പം അതിന്നൊക്കെ മാറി ചില ടോപ്പിക്സ് കിട്ടുന്ന സമയത്തും ഞാൻ ഒന്നുകൂടി സോർട്ട് ചെയ്ത് 2 ഭാഗവും നോക്കിയിട്ടൊക്കെ ഞാൻ മാറ്റങ്ങളിലേക്ക് വരുന്ന ഒരു സ്റ്റേജിലും കൂടിയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക, ഇത് ഇന്നാലും ഇന്നലെ എങ്ങനെ പോയി, അവിടെ പോയിട്ട് മാറിയതല്ലേ, അവിടെ പോയി വീണടുത്ത് കിടന്ന് ഉരുണ്ടാണ്. ഇനി കേട്ടോ, ഞാൻ ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഇതിന്റെ ഇന്റർവ്യൂവിന്റെ പാനലിൽ ഇരുന്ന കുറച്ച് ആളുകളുണ്ട്, മെയിൻ ആളുകളുണ്ട്. അപ്പം അവര് നമ്മളെ ഒരു സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നേരിട്ട് വിളിക്കും. എന്നെ ഈ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നേരിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ആ ടൈമിൽ നമുക്കിത് വരുമോ ഇല്ലയെന്ന് അറിയുള്ളൂ, സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ വരുമോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളതും നമുക്ക് അറിയിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ആരെ അറിയിക്കണം, അവരെ കൃത്യമായിട്ട് അറിയിക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ വാട്ട്സ് അവർ ഇന്റൻഷൻ എന്നുള്ളത്. ഞാൻ കറക്റ്റ് ഈ ഷോ തുടങ്ങുന്ന 2024, അതായത് ആ ഓഡീഷൻസ് തുടങ്ങുന്ന ജാനുവരി 4 ഈ ഇന്റർവ്യൂയുടെ ഭാഗമായിട്ട് ഈ സെലക്ഷൻ ബോഡിയുടെ ഭാഗമായിട്ടുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് വ്യക്തിക്ക് അയച്ചൊരു മെസ്സേജ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ലാസ്റ്റ് ഇയർ ഞാൻ ഒരുപാട് വഴുകി പോയി സാർ ഈ പറഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ എത്താൻ. ലാസ്റ്റ് ഇയർ ആണ് ആക്ച്വലി എനിക്ക് ബിഗ് ബോസ് കയറിയാൽ കൊള്ളാന്നുള്ള ഒരു തോട്ട് വരുന്നത് തന്നെ. അത് ലൈക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഞാൻ ഓക്കെ യൂട്യൂബ് മതി, യൂട്യൂബിലിരുന്നാൽ മതി എന്നുള്ളൊരു ചിന്തയൊക്കെ വെച്ച് ഓക്കെ അങ്ങനെ പോയി. പക്ഷെ അങ്ങനെ അല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാനും പറയാനും ചെയ്യാനും ഉണ്ട്. അതിനെനിക്ക് വലിയൊരു ഓഡിയൻസിന് അടുത്ത് തന്നെ എത്തണം ഞാൻ. സോ അതിനെനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും വഴുകിയിട്ടും ലാസ്റ്റ് ഇയർ ട്രൈ ചെയ്തത്. ആൻഡ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പുറത്ത് നിന്നുള്ള ആളുകൾ കേട്ടതും അല്ലെങ്കിൽ പ്രീവിയസ് കണ്ടസ്റ്റൻസ് പറയുന്നതൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക്, ആ ഒരു അറിവേ കാണും. ഞാൻ ആ ഒരു ചെറിയ അറിവിൻ്റെ ഒരു ഇതിലാണ് ലാസ്റ്റ് ഇയർ ബിഗ് ബോസിൻ്റെ ഓഡീഷൻസിന് വന്നത്. അപ്പോൾ സാർ ഈ പ്രാവശ്യം ചോദിച്ച പോലെ സായി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി ഞാൻ കഴിഞ്ഞ വട്ടം ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു സോഷ്യൽ മീഡിയ എന്താ പറയുക ആ ടൈമിൽ വൈറലായ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈസിയാണ്, കേക്ക് വാക്കാണ്, ചുമ്മാ കയറി പോവാം. കോൺട്രവേഴ്സി ആണല്ലോ ബിഗ് ബോസിൻ്റെ ഒരു ബേസ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സെലക്ഷൻസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ഐ റിയലൈസ്ഡ് ഓക്കെ എൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ എന്നെ എടുക്കും, അതെനിക്ക് മനസ്സിലായി. സോ ഞാൻ ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്. സാറ് പറഞ്ഞ പോലെ തന്നെ ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സാർ. അക്കമിട്ട് നിരത്തി പറയാൻ മാത്രം പ്രിപ്പറേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവന്നു ലൈഫിൽ. അതായത് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു 100 ദിവസത്തേക്ക് ഞാൻ എങ്ങനെയൊക്കെ മാറണം, അങ്ങനെയൊക്കെ ഞാൻ മാറാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഞാൻ ആ മാറ്റങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഇൻ്റർവ്യൂവിന് വന്നിരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഓഡീഷൻസിന് വന്നിരിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. കാരണം എനിക്കിതിപ്പോൾ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എൻ്റെ തോട്ട്സ് എത്തുന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നൊക്കെ മാറി തുടങ്ങി എനിക്ക്. കാരണം ബിഗ് ബോസ് എന്താണെന്നോ ആ ഷോ നമുക്ക് തരുന്നത്, എനിക്ക് പേഴ്സണലി ആ ഷോ എന്ത് തരുന്നു എന്നുള്ളത്
ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോണിറ്ററി ബെനിഫിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഡിയൻസിനെ കിട്ടും, ഐ ബി സെലിബ്രേറ്റ്, ആ ഒരു സാധനമായിരുന്നു സാർ. പക്ഷെ അത് മാറി സാർ എനിക്കിത്. ഐ ഹോപ്പ് എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ സാറിന് ചിലപ്പോൾ അത് കണക്റ്റ് ആയി കാണും. കാരണം ഞാൻ ബ്രോക്കൺ ആണ് ഫാമിലി, എൻ്റെ ഇമോഷൻസ് ബ്രോക്കൺ ആണ് സാർ. എൻ്റെ ഇമോഷൻസ് ഭയങ്കര ബ്രോക്കൺ. എനിക്ക് മൃഗങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റും, മനുഷ്യന്മാരായിട്ട് കണക്ട് ആവാൻ ഭയങ്കര പാടാണ് ഇമോഷണലി. വെരി ഫോർമലായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു പോവും, അങ്ങനെയൊക്കെ പോകും. അല്ലാത്ത രീതിയിൽ ഈവൻ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ പോലും എനിക്ക് ഒരു വ്യക്തിയോട്, എൻ്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോടാണെങ്കിലും എനിക്കൊരു ഹായ് ബായ് പറയാനോ, ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയാനോ, ഒന്ന് വിഷ് ചെയ്യാനോ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇമോഷണൽ ബാലൻസ് പോലും എനിക്ക് ഇല്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഷോ കംപ്ലീറ്റ് അസസ് ചെയ്തത് ആ ഒരു ഇമോഷണൽ സൈഡ് ഒരാൾക്ക് എങ്ങനെ ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് ആകെ ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ ബിഗ് ബോസിനകത്ത് വന്നിരിക്കില്ല. കാരണം ഇല്ലെങ്കിൽ ഞാൻ എൻഗേജ്ഡ് ആയി പോകും. ഞാൻ ഈ ഫോണിൽ എൻഗേജ്ഡ് ആവും, എൻ്റെ ലൈഫിൽ എൻഗേജ്ഡ് ആവും. ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തിരിക്കുമ്പോൾ ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ല സാർ. എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു ഇമോഷണൽ സൈഡ് കൊണ്ടുവരണം. അതിനൊന്ന് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ ബിഗ് ബോസേ ഹെൽപ്പ് ആവുള്ളൂ എനിക്ക്. കാരണം എനിക്ക് എൻ്റെ പാരൻസിനോട് വർത്താനം പറയണം, എനിക്ക് എൻ്റെ വൈഫിനോടൊന്ന് തുറന്ന് സംസാരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സാർ. അതിന് എനിക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടണം, ഞാൻ അതിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കണം, ഞാൻ വേറെ ലോകത്തേക്ക് പോകണം. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ റിവീൽ മൈസെൽഫ്. കുറേ കാര്യങ്ങളുണ്ടാവും എനിക്ക്, മാറ്റങ്ങൾ. അതൊരു ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കുന്ന ഒരു ലൈഫ് ലൈനാണ്, റിയലി ലൈഫ് ലൈൻ. അത് ലൈഫിൽ സെറ്റിൽ ആവാനുള്ള പൈസയ്ക്കോ അല്ലെങ്കിൽ ഫെയിമിനോ ഉള്ള ഒരു ലൈഫ് ലൈൻ ആയിട്ട് കണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്നൊക്കെ മാറി ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഒരു ലൈഫ് ലൈൻ ആയിട്ടാണ് ഞാൻ. ലൈക്ക് ഇപ്പോൾ വേറൊരാൾക്കാണെങ്കിൽ കൗണ്ടർ ചെയ്ത് ചോദിക്കാം, കൗൺസിലിങ്ങിന് പോയി കൂടാ എനിക്ക്, അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ. ഒരു കൗൺസിലിങ്ങിന് ഒരാളുടെ മുന്നിൽ പോയിരുന്ന അയാളെ എങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ ഭയങ്കര എന്താവുമെന്നറിയോ, കോൺഷ്യസ് ആവും. ഒരു 100 ദിവസം ഒന്നുമില്ലാതെ, ഒരു ഫോണില്ലാതെ, വേറെ ലോകമില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെയാണ് ഞാൻ എൻ്റെ ഇമോഷണൽ സൈഡ് ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക. അതെനിക്ക് കിട്ടുന്ന വലിയൊരു കാര്യമായിരിക്കും എൻ്റെ ലൈഫിൽ. കാരണം എനിക്കത് ഭയങ്കര ഡെസ്പറേറ്റുമാണ് ഞാൻ ആ ഒരു കാര്യത്തിന്. ഇപ്പോൾ സാർ അത് എത്രത്തോളം സാറിന് കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. സാറ് ലാസ്റ്റ് ആനിമൽ സിനിമ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. ആനിമൽ എന്ന് പറഞ്ഞ രൺബീറിൻ്റെ മൂവി, അതിൽ ലാസ്റ്റ് ഒരു സീനുണ്ട്, അച്ഛനെ എടുത്തിട്ട് രൺബീർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഈ സിനിമ എന്നോട് കുറേ പേര് ചോദിച്ചു, നീ എങ്ങനെടാ, നീ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതൊക്കെ പറയുന്ന ഒരു വ്യക്തി, നിനക്ക് എന്തുകൊണ്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടു, നീ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ആ സിനിമ കണ്ടു? ഞാൻ ആ ഒരു സീനിന് വേണ്ടിയാണ് സാർ കണ്ടത്. ആ ഒരു സീനും ഞാൻ പറയുന്നത് ഞാൻ തോക്കെടുത്ത് പോണ മനുഷ്യൻ അങ്ങനെയല്ല. പക്ഷെ ഞാൻ അങ്ങനെ ബ്രേക്കായ ഒരു മനുഷ്യനാണ് ലൈഫിൽ, ഫാമിലി കാരണം ബ്രേക്കായത്. ഞാൻ കഴിഞ്ഞ കൊല്ലം മാരാറുടെ കുട്ടികളൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴും, നാദിറയ്ക്ക് പാരൻസിനെ തിരിച്ചു കിട്ടിയപ്പോഴും, ശോഭ പാരൻസിനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് അത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. ആ ഒരു സംഭവം കിട്ടിയാൽ മതി. ആഫ്റ്റർ ഓൾ ഞാൻ അല്ലാതെ ഞാൻ ഒരു രാജാവാകാനുള്ള സ്കീമോ അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഫെയിം കിട്ടിയിട്ട് പറന്ന് നോ. എനിക്ക് ഇതിൽ ത്രൂ ആളുകളിലേക്ക് എത്തിക്കാനുള്ളത് അതാണ്. ഈ ഷോയ്ക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാൻ മാറുമ്പോൾ തന്നെ അത് എൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞു തുടങ്ങും, എന്നെ അറിയുന്നവരത് പറഞ്ഞു തുടങ്ങും, സായി ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഷോ എന്നുള്ളത്. അതാണ് എനിക്ക് നേരിട്ട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടൂല്ല എന്നുള്ളത്. വോയിസും ഒരുപാട് ലോങ് ആയിപ്പോയി. ദാറ്റ്സ് ഇറ്റ് സർ. മനസ്സിലായോ? ഇന്റർവ്യൂവിന്റെ സ്റ്റേജിലാണെങ്കിലും ഓരോ ടൈമിലാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഞാൻ എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടാണ് എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഞാനതെൻ്റെ 101% ഞാൻ അവിടെ എന്ത് ചെയ്തു, അത് യൂസ് ചെയ്തു. ഞാൻ എനിക്ക് അൺവാണ്ടഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പല ഫൈറ്റുകളും പിടിക്കായിരുന്നു. പലരെയും എന്ത് ചെയ്തു, അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് വലിച്ച് കീറാമായിരുന്നു. പുറത്തിരുന്ന് ഷോ അസസ് ചെയ്യുന്ന സമയത്തും വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും ഞാൻ എന്തറിയുമോ, ഒരു ബാഗേജ് എൻ്റെ മേത്ത് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു.
ഒരു ബാഗേജിൻ്റെ തലയിലുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്നേഹ അടക്കം ജിത്തുവായി അടക്കം പലരും വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ തരുന്നൊരു ബാഗേജ് ഉണ്ട്. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ബാഗേജ് എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ എത്രത്തോളം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷറിലായിരുന്നു. അട്ടർ പ്രഷർ ഇൻ ദ സെൻസ് എനിക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ബാഗേജ് ഞാൻ ഇത്ര പേർക്ക് ഇപ്പം ഞാൻ പോണതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ജയിലിലും കയറും, ഞാൻ എല്ലാം ചെയ്യും, ഞാൻ അങ്ങനെ അതൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡ് എന്താ അറിയാം എനിക്ക്. ഞാനിതൊക്കെ പറഞ്ഞാൽ വാട്ട് ഐ എം ഗോയിങ് ടു ഡൂ ദെയർ ഈസ് ഡിഫറെൻറ്റ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? അതെനിക്ക് അന്ന് നിങ്ങളോട് പറഞ്ഞാലോ ഇവരോടോ ഇവളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റില്ല ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എടുക്കില്ല, ആർക്കും ഇത് മനസ്സിലാവില്ല. കാണുന്ന ജനങ്ങൾക്കാണെങ്കിലും ഈ സീറ്റിൽ വന്നിരിക്കണം നിങ്ങൾ. അതിൻ്റെ ഒരു പ്രഷർ മനസ്സിലാക്കണം. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ചാനലുകളും വളരെ പരമ പുച്ഛത്തോടു കൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ കാണുന്നത്. റിയാക്ഷൻ ഇൻ ദ സെൻസ് ഒപ്പീനിയൻ പറയുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ എന്തിനിടയിൽ കയറിയിരിക്കുന്നത്? ഒപ്പീനിയൻ പറയാൻ ഒരു ഗട്ട്സ് വേണം. ഇപ്പം കാറിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും റൂമിനകത്താണെന്നുണ്ടെങ്കിലും നമ്മളെ പേഴ്സ്പെക്റ്റീവ് വെക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ എല്ലാ ചാനലുകളെയും റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും അവരുടെ പേഴ്സ്പെക്റ്റീവ് ആൻഡ് പോയിന്റ്സ് വെക്കുന്നുണ്ട്. ചിലരത് ക്രൂക്കഡായിട്ട് മിസ്ലീഡിംഗ് ആയിട്ട് വെച്ചിട്ട് പോകും, ചിലർ സസ്റ്റെയിൻ ചെയ്യാം. എന്താണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാനലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും ഇരിക്കുന്നതും ഞാനും സംസാരിക്കുന്നതും. അപ്പോൾ അതൊരു ജോബ്. ഞാൻ പറയുന്നല്ലോ, നിങ്ങളിപ്പോൾ ആരൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്പേസിൽ കാണുന്നുണ്ടോ അതൊക്കെ അവരുടെ റിയൽ ലൈഫായിട്ട് മാത്രം എടുക്കണം, റിയൽ ലൈഫായിട്ട് എടുക്കരുത്. ഞാൻ ആ ഒരു മെസ്സേജ് എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഉറപ്പിച്ച് കൂട്ടിയിട്ട് ഞാൻ ചെന്നത്. അത് ശരിക്കും എത്ര വലിയ റിസ്ക് ആണെന്നുള്ളത് ഞാൻ തന്നെ എനിക്ക് തന്നെ അറിയാതെ എത്ര വലിയ റിസ്ക് ആണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ ആ റിസ്കിൻ്റെ അലയൊലികൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? എനിക്കറിയാം പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഓക്കെ അവിടെ പോയിട്ട് ഈ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ വരാം, നീ പൊട്ടനായിരുന്നു എന്നുള്ള ചോദ്യം വരാം. സ്നേഹം ഒന്ന് വാഴാന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയാം ലൈക്ക് അവിടുന്ന് വേണമെങ്കിലും എനിക്ക് മാറാമായിരുന്നു, ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ എനിക്ക് മാറാമായിരുന്നു. പക്ഷെ ഞാൻ മാറിയില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ കപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ റീകോൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അപ്പോഴും പറയും ഈ സീക്രട്ട് ഏജന്റും സായിയും തമ്മിൽ എന്ത് മാറ്റം എന്നൊക്കെ ഇപ്പോഴും പലരും ചോദിക്കുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കണ്ടന്റ് കിട്ടി, രാവിലെ ഒരു കാര്യം അറിഞ്ഞു, അതൊരു കണ്ടന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഡെലിവർ ചെയ്യുന്നത് അതെൻ്റെ ജോബ്. ഇപ്പോൾ ഒരു ന്യൂസ് റീഡർ അയാളുടെ ജോലിയാണ് ഒരു ചാനലിൽ ന്യൂസ് വായിക്കുക, അല്ലെങ്കിൽ അതിലൊരു ഇപ്പോൾ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന് പറയും. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ, അയാളുടെ രാഷ്ട്രീയമാണോ അയാൾ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് പറയുന്നത് പറഞ്ഞിട്ട് പോകണം. അതൊക്കെ ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് 24 ഗുണം ആരെങ്കിലും ജീവിക്കുന്നത്. വീട്ടിലും അവർ രാഷ്ട്രീയം പറയാറുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് പോകുന്നുള്ളത്. അല്ല, ഒരിക്കലും അതൊരു ജോലിന്റെ ഭാഗമാക്കി എടുക്കുമ്പോൾ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലും വീട്ടിലും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഡോക്ടർ എന്റെ പ്രശ്നം അവിടെയായിരുന്നു. എനിക്ക് ഏറ്റവും കണക്ട് ചെയ്തപ്പോ ഇപ്പൊ ഇന്ത്യ വേൾഡ് കപ്പ് കിട്ടി, അതില് രാഹുൽ ദ്രാവിഡിന്റെ ഒരു ഇതുണ്ട്. രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു സാധനം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ 2007 ഒരു വേൾഡ് കപ്പ് തോറ്റപ്പോൾ രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടിയ സാധനങ്ങൾ വീട്ടിൽ കല്ലെറിയ, പേപ്പേഴ്സ് കത്തിക്കുക, അവരുടെ ഫ്ലെക്സ് കീറുക, അങ്ങനെയുള്ള സംഭവങ്ങൾ അവർക്ക് അനുഭവിക്കുന്നുണ്ട്. അതായത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ കളി നിർത്തിയിട്ടില്ല, കളി കളിച്ചോണ്ടിരുന്നു. ഇപ്പൊ എന്താ പറയാ ഇതായി കോച്ചായി നിന്നിട്ട് ആ കപ്പ് നേടിക്കൊടുത്തു. അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ നാട്ടുകാര് പണ്ട് ഞാൻ പറഞ്ഞു ഞാനിതില് നാട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ ഓരോരുത്തരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വാണ്ടഡ്ലി വന്ന് ചെയ്യുന്ന പരിപാടികളോട് എനിക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റോ കാര്യമില്ല. അത് ഞാൻ പോടാ പുല്ലേന്നേ പറയും. കാരണം വാണ്ടഡ്ലി ചെയ്യുന്നതാണ് എന്നുള്ളത് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാനത് കൃത്യമായി അതിന്റെ പിന്നാലെ പോയി. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാണ്ടഡ്ലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടും 10 ട്രോൾ പേജുകളെ കൊണ്ട് ട്രോൾ ഉണ്ടാക്കി അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈൻഡിൽ ബിഗ് ബോസ് സീസൺ 6 ഞാൻ അച്ചീവ്ഡാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് കപ്പടിച്ചുകൊണ്ട് ഞാൻ പറയാമല്ലോ, ഇനിയിപ്പോൾ പോയി ഞാൻ കപ്പടിച്ചു എന്ന് വിചാരിച്ചോ, മറ്റേ ഉൾട്ട കളിച്ച് കപ്പടിച്ചു. ഞാനല്ലാതെ ഞാൻ കപ്പടിച്ചു. ഞാൻ സീക്രട്ട് ഏജന്റ് ആയിട്ട് നിന്നിട്ട് അവിടെ കത്തിച്ച് പിടിച്ച് പോകുന്നു. ഞാൻ പുറത്തിറങ്ങിയാലും അതേ സാധനം തന്നെ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഇപ്പോൾ 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഇപ്പം ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടില്ലേ, അവർ വന്നിട്ട് അവർക്ക് പറ്റിയോ? നടക്കില്ല. റിയാലിറ്റി ആയിട്ട് തന്നെ നിൽക്കണം.
എൻ്റെ കയ്യിൽ നിന്ന് ആ റിയാലിറ്റി ചോർന്നു പോയൊരവസ്ഥയായിരുന്നു. എനിക്കത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫോണില്ലാതെ ഞാൻ ഒറ്റപ്പെട്ട എനിക്ക് ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റാതെ ഞാൻ ഒറ്റപ്പെടുമ്പോഴാണ് ഞാൻ ഈ സംഗതികളിലേക്ക് വരിക. അതായത് നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കാലത്തും അതുപോലെ അല്ല, അത് നമ്മളായിട്ട് നിൽക്കാന്ന് മാത്രമല്ല ജിത്ത് ഭായി, അത് നമ്മളായിട്ട് നിൽക്കാന്ന് മാത്രമായിരുന്നില്ല എനിക്ക്. നമ്മളായിട്ട് ഞാനായിട്ട് നിൽക്കും വേണം. എനിക്ക് പറ്റിയ തെറ്റുകൾ എനിക്ക് തിരുത്തേണ്ടിയിരുന്നു, എനിക്ക് വന്ന പ്രശ്നങ്ങൾ എനിക്ക് മാറ്റേണ്ടിയിരുന്നു. ഇപ്പൊ പല കമന്റ്സിനും കണ്ടു, ഫ്ലഷ് അടിക്കാനാണോടാ നീ പോയി പഠിച്ചതെന്ന്. അടേ ഒരു ലൈഫിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്കത്. ഇല്ലേ, സ്നേഹം എനിക്ക് കണ്ടിന്യൂസ്ലി സ്നേഹനോട് പറഞ്ഞുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ സംഗതി ആയിരിക്കാം, പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് വന്ന കുറെ അച്ചീവ്മെന്റ്സ് ഞാൻ പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. അതെനിക്ക് അച്ചീവ്മെന്റ്സ് തന്നെയാണ്. ഇതിപ്പോ ഈ ലൈക്ക് എന്താ പറയാ, എനിക്ക് കിട്ടിയ സന്തോഷങ്ങളും സുഖങ്ങളും സമാധാനവും ഹാപ്പിനെസ്സും റിയൽ ലൈഫിൽ ആസ് എ പേഴ്സൺ നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇത്ര ചിന്തിക്കും. ഞാൻ പണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പയ്യന്മാരാ വരും, അത് കൂടുതൽ ചെക്കന്മാർ വന്നിട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് എന്ന് പറയും. ഞാൻ ഓക്കെ ഹാപ്പിയാണ്, ഫൈൻ. ഇപ്പൊ എന്താ അവസ്ഥ അറിയാം, പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരും കുട്ടികളും വന്ന് സായി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഐഡന്റിറ്റിയാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സായി കൃഷ്ണൻ. നമ്മൾ ആ പേര് വിളിക്കുമ്പോൾ കണ്ണാന്നൊക്കെ വിളിക്കുന്ന സമയത്ത് വേറെ ഹാപ്പിനെസ് ആണ്. അത് വേറെ ഹാപ്പിനെസ് ആണ്. ഞാൻ പറഞ്ഞില്ല, വേറെ ഹാപ്പിനെസ് ആണ്. എന്നറിയോ, ഒരു വലിയ പെർസെന്റേജ് ആളുകൾക്ക് അത് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രല്ല, എല്ലാവരും പണ്ട് കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറേ പേരുടെ വോയിസ്, ഒരു മാസ് വോയിസ് ആയിട്ട്. അതായത് ഞങ്ങൾക്ക് പറയാൻ ഞാനത് ഇപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഞാനത് ഇപ്പോഴും പറയും. പക്ഷെ നിങ്ങളത് കാണണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി പേഴ്സണൽ ലൈഫിലും ഇതേപോലെ ലൈക്ക് എന്താ പറയുക, എല്ലായിടത്തും ഇങ്ങനെ സ്റ്റബോൾ അങ്ങനെ ഇരുന്ന് ഈ സാധനമായിരുന്നു. ഈ സീക്രട്ട് ഏജന്റ് കയറി കൂടിയതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് പലതും ഞാൻ ഈ സ്നേഹന്റെ പല കാര്യങ്ങളും ഞാൻ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ജിത്തുബായിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. നോട്ട് എനിമോർ. എനിക്കെന്താ അറിയോ, ഇനി നമുക്ക് ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഈ ക്യാമറ ഓഫ് ആക്കി വെച്ചാൽ ഹാപ്പിയാവും. എനിക്ക് ആ പണ്ട് ആ ഹാപ്പിനെസ് ബിഗ് ബോസ് പോണതിന് മുന്നേ ഇല്ല. ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ആ ബാഗേജ് ഇറക്കി വെച്ചോട് കൂടിയിട്ട് എന്തായി. അല്ല, ഇപ്പൊ നമ്മളും പറഞ്ഞില്ലേ, സായി ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് 2 മാസം കൊണ്ട് സായിക്ക് കിട്ടിയ അച്ചീവ്മെന്റ് പോലെ ഞങ്ങൾക്ക് കുറച്ച് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് പറഞ്ഞതാണ്. നമുക്ക് മുന്നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കണവര് ബാക്കിൽ നിന്ന് കുത്തിയ ആൾക്കാരെ നമുക്ക് മനസ്സിലായി, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. കുറെ കാര്യങ്ങൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്, ലൈഫിൽ എപ്പോഴും എല്ലാവരും നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കിട്ടും. അതിനുള്ള കാരണം എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ അത് പറയണോ സായി അത് നെഗറ്റീവ് ആയത് കൊണ്ടാണ്. എന്തായാലും സായിക്ക് കിട്ടിയ നെഗറ്റീവ് കാരണം അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അതെ പറഞ്ഞു. അല്ലാതല്ല, സായിക്ക് പുറത്ത് കിട്ടിയ നെഗറ്റീവ് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റിയത്. ഇപ്പൊ സായി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ലെന്നല്ലോ, എല്ലാവരും ഒപ്പം നിന്നിരുന്നു. പക്ഷെ ഇപ്പൊ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആൾക്കാരെ മാത്രം മാറ്റി വെച്ചു, വേണ്ടാത്തവരെ അങ്ങ് തട്ടിയിട്ടു. അത്രയാണ്. പിന്നെ ഇതേ കൂടെ ഒരു വേറെ കാര്യം പറയണ്ടേ, നമ്മളന്ന് ബിഗ് ബോസിന്റെ ആഫ്റ്റർ പാർട്ടിക്ക് ഞങ്ങളവിടെ പോയപ്പോ ഈ ഇതിന്റെ ഹെഡുകള് ഏഷ്യാനെറ്റിന്റെ ആണെങ്കിലും എന്റെ മോള് അവരുടെ ടീമിന്റെ അല്ല പറയണേക്കോ അവരോട് ഞങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതാണ് ഏറ്റവും രസം. ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളൊന്നും അല്ല, എന്നിട്ട് പോലും നമ്മളെ അത്രയും ടോപ്പിലുള്ള ആൾക്കാർ കേട്ടോ, ആ ഇതിലുള്ള ടോപ്പിലുള്ള ആൾക്കാർ ഞങ്ങളെ കണ്ട് കാഷ്വലായിട്ട് സംസാരിച്ച് നിൽക്കണേന്നു. അതിന്റെ ഇടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2-3 പേരുടെ ഞാൻ ചോദിച്ചു, സായിനെ നിങ്ങൾ ഇത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു. അതായത് സീക്രട്ട് ഏജന്റ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്തത് ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവരൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാം സായി എങ്ങനെയാന്നുള്ളത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഒരാളെയും അങ്ങനെ ഒരു എന്താ പറയാ ഫുള്ളായിട്ടൊക്കെ ഇതാവുമെന്ന് വിചാരിച്ചിട്ടല്ല എടുക്കുന്നത്. 50-50 ആണ് അവരുടെ കണ്ണിലുള്ളത്. അതുപോലെ തന്നെയാണ് ഉണ്ടായത്. സായിനെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് സായിയോട് പെർഫോം ചെയ്തത് തന്നെയാണ് എനിക്ക് കിട്ടിയ മറുപടി. അത് അത്രയും വലിയ വലിയ ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇന്റെ ആവശ്യങ്ങൾ. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ഗെയിം പൊട്ടത്തരമായി കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്ന ഗെയിംസ് ഒക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ പല ഗെയിമുകളിലും ഞാൻ ഫിസിക്കലി വയ്യാത്തത് കൊണ്ട് ഹൂസ് നെക്സ്റ്റ് ടു മീ, ഇനി നെക്സ്റ്റ് ആരാ നിൽക്കുന്നത്. അന്ന് ഇതിന്റെ ഒപ്പം TTF അഭിഷേകാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് റെസ്പെക്ട്ഫുൾ സാധനം. ഇപ്പൊ ഞാൻ പറയട്ടെ, എങ്ങനെയാണെങ്കിലും ഏത് ഗെയിം ആണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കളിച്ചിട്ടുള്ളത്. അതായത് എനിക്കുള്ള ഗെയിം ഞാൻ എന്റെ ഫിസിക്കൽ സാധനങ്ങൾ വെച്ചിട്ട് കളിക്കാതിരുന്നിട്ടില്ല. ഗെയിംസ് ഞാൻ വൃത്തിയായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് തന്ന ഓരോ ആക്ടിവിറ്റിയും ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ആളുകളായിട്ട് അടിപിടി കച്ചറ ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് എന്റെ പേഴ്സണൽ താല്പര്യമാണ്. ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്ക് എന്റെ പീസ് ഓഫ് മൈൻഡ് കളയാൻ ഒരു താല്പര്യം. പക്ഷെ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഞാൻ കൃത്യം, പക്ഷെ ഇടപെടേണ്ട രീതി എല്ലാവരും ഒരേപോലെ ആവും. ഇപ്പൊ ജിൻഡോ ഇടപെടുന്ന പോലെ ഞാൻ ഇടപെടും, ജാസ്മിൻ ഇടപെടുന്ന പോലെ എനിക്ക് ഇടപെടാൻ പറ്റില്ല, സിജോ ഇടപെടുന്ന പോലെ എനിക്ക് ഇടപെടാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടി സോർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെട്ട്, കാരണം ഞാൻ എൻ്റെ ഒരു മെച്യൂരിറ്റി ഞാൻ കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാര്യം. പിന്നെ എനിക്ക് എൻ്റെ പീസ് ഓഫ് മൈൻഡ് പോകാനും പാടില്ല അതിനകത്തുനിന്ന്. ഞാൻ ഓരോ സ്റ്റേജിലും വിചാരിച്ചിരുന്നത് എവിടെയൊക്കെ എനിക്ക് പീസ് ഓഫ് മൈൻഡ് പോയി, ഞാൻ ബ്രേക്കായി എന്നറിയുന്നോ, ഞാൻ അപ്പൊക്കെ തെറിയും വിളിച്ച് മൈക്കും മാറ്റി ഞാൻ പുറത്ത് വേറെ മാറി ഇരുന്നിട്ടുണ്ട്. അത് കണ്ടവരുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സമയത്തും പേടിച്ചു പോയിട്ടുണ്ട്. ഞാനൊന്ന് നല്ല രീതിയിലായി വരുമ്പോ വീണ്ടും എന്നെ കൊണ്ടുവരും, മറ്റേത് പറയിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ മാറിപ്പോകണ്ടായിട്ടില്ല. പല സാഹചര്യങ്ങളും ഞാൻ മാറിപ്പോയി, എൻറ്റയർലി മാറിപ്പോയി വേറെ രീതിക്ക് ഇരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ആവശ്യമായിരുന്നു. തിരിച്ച് അതിലേക്ക് അല്ല, കുറെ പേര് കൊണ്ട് മറ്റേ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്, ഗെയിംസ് ഒക്കെ കൊളാക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന്റെ മുന്നേ ഗെയിം കൊളാക്കുന്നത് അതല്ല, ഞാൻ ആ സമയത്ത് പണ്ടിരുന്നു. ഇപ്പൊ സായി ഗെയിം കൊളാക്കുന്നുണ്ടെങ്കിൽ ആ കുളത്തിലേക്ക് വന്ന് പെടാൻ പാടില്ല മറ്റുള്ളവര്. അത് അവന് രക്ഷപ്പെട്ടു പോലെ വേണ്ടത്. കൊളാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം പൊട്ടിച്ച് കളയല്ലോ. ഗെയിം ഞാൻ എന്റേതായ രീതിയിൽ കളിച്ച് ബാക്കിയുള്ളവരും കൂടി അങ്ങനെ കളിച്ചു പോയോണ്ടല്ലോ. കളിച്ചോടെ അവർക്ക് മാറി പോയി കൂടെ അല്ല കുളത്തിലേക്ക് വീഴേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഇന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒന്നും ഞാൻ പറയുന്നില്ല. അത് സ്നേഹനോടും ചിത്തുവായനോടൊക്കെ അവിടുന്ന് തന്നെ ഗെയിം ഇട്ട് തരുന്നവരും ഷോ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അതൊന്നും പറയണ്ട. അപ്പൊ ഞങ്ങള് ആഫ്റ്റർ പാർട്ടിക്ക് പോയപ്പോ ഞങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ എല്ലാരും കിട്ടി. എല്ലാവരോടും സംസാരിച്ചു, ടോപ്പ് നോട്ട്സിലുള്ള എല്ലാ ആൾക്കാരോടും സംസാരിച്ചു, താഴെ തട്ട് മുതലുള്ള മുകളിൽ വരെയുള്ള എല്ലാവരോടും ഞങ്ങൾ സംസാരിച്ചു. മാത്രല്ല ഈ വൃത്തികെട്ടവനെ കൊണ്ട് ഞങ്ങൾക്ക് അതിലുള്ള താഴെ തട്ട് മുതലുള്ള അവസാനം ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരായിട്ട് വരെ ഞങ്ങൾ ക്യാഷ്വലായിട്ട് സംസാരിച്ച എല്ലാ ന്യൂസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് പുറത്ത് പറയില്ല, എന്നാ നമ്മൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗെയിമിനെ കുറിച്ച്, സായിന്റെ ഗെയിമിനെ കുറിച്ച് കേട്ടോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും. സായിന്റെ ഗെയിമിനെ കുറിച്ച് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും മിണ്ടാത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ വ്യൂവേഴ്സിനാണെങ്കിലും ഇപ്പൊ നമുക്കാണെങ്കിലും ഒക്കെ പറ്റുന്ന എല്ലാ മനുഷ്യന്മാരും ഞാൻ മനസ്സിലാക്കണം എങ്ങനെ അറിയാം, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം അവര് നമ്മളോടും ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കും. അതുപോലെ തിരിച്ചിങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ വന്നാലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ ഇവ പോയി പറഞ്ഞ പോലെ തന്നെ ഇവന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഇവന്റെ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നോക്കുന്നത്. നമ്മളും അതുപോലെ സീക്രട്ട് ഏജന്റിന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടത് ഞങ്ങൾ ഇഷ്ടം പോലെ കളിക്കാനാണെന്നുള്ളത് ചിന്തിക്കും. അത് തമ്മിലൊരു കണക്ഷൻ വരാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരാതികളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവരും പറഞ്ഞിട്ടുണ്ട്, ഇവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവരും പറയുന്നുണ്ട്. ഇവര് പറഞ്ഞതിനും എനിക്ക് പ്രശ്നം. കാരണം നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ഒരുപാട് ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടാളും സംസാരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ സായി എന്താ അങ്ങനെ ആവാത്തെന്നുള്ളത് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രോൾ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സായിക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് അവനും പോണില്ല, നിങ്ങൾ അത് വിചാരിച്ച് കാത്തക്കും വേണ്ട. പോണേന്റെ മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പൊ അവിടെ കളിച്ച കാര്യങ്ങൾ ഞങ്ങൾ തമാശ ചോദിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വല്ല കയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങളോടൊക്കെ ഒന്നും അലോടിക്കിട്ടോന്ന് ഞങ്ങൾ ആദ്യം. ഞാൻ എന്താ പറഞ്ഞപ്പോ ഇഷ്ടത്തിന് ചെയ്തു. ഇപ്പോഴും എത്രയോ ആളുകൾ പറയുന്നത് അതൊന്നും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് എല്ലാവരുടെയും കണ്ടന്റ് ആണ്, കാര്യങ്ങളാണ്. പിന്നെ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഷോന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോയ ഒരാളാണ്, വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇനിയും ഞാൻ ചെയ്യും. പക്ഷെ ഇനി ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് എന്തുകൊണ്ട് അയാൾ അങ്ങനെ, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ക്ലാരിറ്റി എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്തു എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. ഞാൻ ഭയങ്കര അച്ചീവ്ഡ് ആയൊരു സ്റ്റേജിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയൊരു സന്തോഷവും സുഖവും സമാധാനമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തായാലും ഞങ്ങൾക്ക് നല്ല ഉപകാരം മാത്രമല്ല ഇപ്പൊ നമുക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. എന്താ പറയാ, സായിക്ക് ഭയങ്കര നെഗറ്റീവാണ്, അത് കാരണം കൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് മാറി നോക്കണം. അങ്ങനെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒക്കെ അങ്ങോട്ട് പോവാനല്ലോ നമ്മൾ കൂടെ. സ്നേഹിച്ചിട്ടുമായി വീഡിയോ ഓർക്ക് കേൾക്കാൻ വയ്യ, കേൾക്കാൻ വയ്യ, നിങ്ങളോടൊക്കെ പോവാൻ. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു തരം റീച്ച് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണില്ല. അത് വേറൊരു കൈൻഡ് ഓഫ് സാധനം. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എന്തായാലും ഇവിടെ എപ്പോഴും ഉണ്ടാവും, മരിക്കുന്നവരെ ഞങ്ങൾ എന്തായാലും ഒപ്പം തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടാവില്ല. എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ സംഗതി ഞാൻ പറഞ്ഞല്ലോ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഞാനിത് വൃത്തിയായിട്ട്
ബിഗ് ബോസ് ടീമിനെ അറിയിച്ചിട്ട് ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേട്ട് നിങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു അടക്കം കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പുറത്തന്നെ ഒരാളോട് ഞാൻ ജാസ്മിനോട് അന്ന് അവിടുന്ന് അതിനകത്ത് പറഞ്ഞിരുന്നു, സിജോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്തു വന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കൊറേ കാര്യങ്ങള് പുറത്ത് വന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് ആയതുകൊണ്ട് ഇട്ടിട്ട് ഓടിക്കോ പറയുന്ന കാര്യം അവര് പറഞ്ഞ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചു പറയുന്നത്. കാരണം അവര് എന്താ പറയാ നമ്മളോട് ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള കാര്യം പറഞ്ഞത്. അത് പിന്നെ എന്ത് കേസുകൾ വന്നാലും ഇനിയിപ്പോ ആകെ തല്ലി തരിപ്പണാക്കിയാലും നമ്മൾ ഇട്ടിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രം റെസ്പെക്ട് ചെയ്തിട്ട് തന്നെ പറയണം. അപ്പൊ ഓക്കെ, ഇത്രേ ഉള്ളൂ സംഗതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി കളിച്ച ഗെയിമിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് 100% അച്ചീവ്മെന്റ്സ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കെല്ലാം കൊണ്ടും ഓക്കെയാണ്. എനിക്ക് ആകെയുള്ളൊരു ഇതിലൊരു സോറിയുടെ എലമെന്റ് വരുന്നത്, എന്നിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ആളുകൾക്ക് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സോറി ചോദിക്കും. ബിക്കോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് എനിക്കത് നിങ്ങളെ കൺവേ ചെയ്യാൻ പറ്റിയില്ല. പോകുന്നതിന് മുമ്പ് എനിക്കത് പറയാൻ പറ്റിയില്ല, ഞാൻ ഇങ്ങനെ കളിക്കില്ല എന്ന് പറയാൻ പാടില്ല. പറഞ്ഞു പോയിട്ട് അവിടെ അങ്ങനെ കളിക്കാൻ അല്ല, നമുക്ക് പറയാൻ പാടില്ല. ഷോയിൽ പോകുന്ന സമയത്ത് നമുക്കത് പറയാൻ പാടില്ല. നമ്മള് ആക്ച്വലി അങ്ങനത്തെ കാര്യമുണ്ട്. നമുക്ക് ഒരു ആ ഷോനെ കുറിച്ച് പലരും ചോദിക്കുമ്പോൾ ഞാൻ പോണില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും ഐ ഷുഡ് മേക്ക് ഷുവർ ഞാൻ പോണില്ല എന്നുള്ള രീതിയിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ പറയും പലരും ഇത് ന്യായീകരിച്ച് മെഴുകലാണ് അങ്ങനെ അങ്ങനെ പറയും. ആർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ പറയാണ് നിങ്ങളോട്, ഞാൻ ഉദ്ദേശിച്ച് മനസ്സിൽ വെച്ച കാര്യം തന്നെയാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഞാൻ ചെയ്തതും. ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ഒരുപാട് ഉണ്ടായ ഒരു വ്യക്തി. അതിനിപ്പോൾ ഏത് ബിഗ് ബോസ് ഷോയിലും ഇപ്പോൾ മോണിറ്ററി ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല. എ ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ 1 മുതൽ 6 വരെയുള്ള സീസൺസിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് എനിക്കായിരിക്കും. കാരണം ഒരാൾക്ക് അയാളെ തന്നെ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അതെനിക്ക് കിട്ടിയത് കൊണ്ട് വാട്ടർലി ഹാപ്പി. പിന്നെ ഫിസിക്കൽ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ലേറ്റർ ഓൺ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ എന്താണെങ്കിലും അത് പറയും. കാരണം അത് പറയാതിരുന്നില്ലെങ്കിൽ അത് ഈവൻ ആ ഷോയിനാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർമെന്റിന് ദാറ്റ് വിൽ ബി ഗുഡ്. അതെനിക്ക് പറയണമെന്നുണ്ട്. ഐ ടെൽ ലേറ്റർ. കഴിഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ മറ്റേ നമ്മളെ ഷിജു ചേട്ടനുണ്ടല്ലോ, ആള് ഞാൻ എന്റെ പേര് തിരിച്ചെടുക്കാനാ വന്നെന്ന് പറയുന്ന സമയത്ത് നമ്മള് പേര് തിരിച്ചെടുക്കാൻ ഒരു വലിയ ഷോയില് വന്ന് ആളെ കളിയാക്കാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം അത് നമ്മളെ സിനിമയിൽ കാണുമ്പോ ഇയാള് മറ്റേ ഇതില് പറയുള്ളൂ. പക്ഷെ ഷിജു നല്ല പേര് കിട്ടിയല്ലോ, അതാണ്. അപ്പൊ ആർക്കൊന്നും പറയാനില്ല. അപ്പൊ അതൊന്നും ഒരു മെഴുകലല്ല. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടവർക്ക് പിന്നെ പറയട്ടെ, പോസിറ്റീവ് കമന്റ്സ് കുറെ പേര് അയച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പോസിറ്റീവ് കമന്റ്സ് അയക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരോടോ വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്ക് മനസ്സിലായതിൽ ഒരുപാട് നന്ദി. കുറെ പേര് പേഴ്സണലി അയച്ചിട്ട് പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു മെജോറിറ്റി സാധനവും വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കമന്റ്സ് നിങ്ങൾ എടുത്തു കോപ്പി പേസ്റ്റഡ് ആണ്. മെജോറിറ്റി സാധനങ്ങളിലും വരുന്നത് ആ ഒരു മീം മെറ്റീരിയൽ ആക്കി മാറ്റുക എന്നുള്ളൊരു പ്യുവർ ഇന്റൻഷൻ ഉള്ള പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ ചെയ്തു വെച്ച വീഡിയോകളിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അവരത് എടുത്തു വെച്ച് എന്ത് ചെയ്യുന്നു, അത് ആരാന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ചെയ്യുന്നവർ ചെയ്യട്ടെ, ഐ ഡോണ്ട് കെയർ. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പേഴ്സണൽ ലൈഫിലേക്ക് നോ സീക്രട്ട് ഏജന്റ്, നോ സോഷ്യൽ മീഡിയ. അത് സായികൃഷ്ണൻ എന്നുള്ള രീതിക്ക് തന്നെയാണ്. ആദ്യം ആ സായികൃഷ്ണൻ അങ്ങനെ തന്നെ ആയിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ച പാഠങ്ങൾ കൊണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഞാൻ ലൈഫിലില്ല. അതവിടെ ഞാൻ രണ്ടിനും ഒരു കറക്റ്റ് വര വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. എൻ്റെ ഫെല്ലോ ക്രിയേറ്റേഴ്സിനോടാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ നിങ്ങൾ അവിടെ വെക്കി ഈ സാധനം ലൈഫിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. പ്രത്യേകിച്ച് റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരോടാണ് പറയുന്നത്. കുറേയധികം വിഷയങ്ങളുണ്ടാവും, കുറേയധികം നഷ്ടങ്ങൾ സംഭവിക്കും. അത് പൈസ ആയിട്ടാണെങ്കിലും കുറേയധികം നഷ്ടങ്ങൾ സംഭവിക്കും. അത് ഒന്നൊരു വര വരയ്ക്കുക. ഇതിങ്ങനെ ഇരിക്കണം, പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ഇരിക്കണം. അത് നോക്കിയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചർ പരിപാടിയാണ് ഇത്. അല്ല, എപ്പോഴും ലൈഫിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതും അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്നുള്ളതും വലിയ ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമായിട്ടാണ്. അത് ചെയ്യുമ്പോഴും ആൾക്കാർ കണ്ടുപിടിക്കാൻ നെഗറ്റീവാണ് ഏറ്റവും രസം. നമ്മുടെ നാട്ടില് പല ടൈപ്പ് ആളുകൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഒരു കാര്യം അറിയിക്കണം എന്നുണ്ടായിരുന്നു, ഞാനത് കൃത്യമായിട്ട് അറിയിച്ചു. കാരണം ഇത് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ ഇങ്ങനെ തന്നെ അത് എൻ്റെ ടീമിനും അറിയുന്നതുകൊണ്ട് അവരെനിക്കത് ചെയ്യാനുള്ള സ്പേസ് തന്നു. കാരണം അവര് ഞങ്ങളോട് സംസാരിച്ചതാണ്. എന്നോടും
പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത്. അത്ര ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.